പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമന പട്ടിക മരവിപ്പിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് നടപടി. പിൻവാതിൽ നിയമനം മൂലമാണ് പട്ടിക മരവിപ്പിച്ചതെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. ഗോപാൽ ഷീല സനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, വലിയ പരാതി ഉണ്ടായിരുന്നതാണ് ഇതിനെക്കുറിച്ച്. ഇപ്പോൾ പിൻവാതിൽ നിയമന കാരണം പറഞ്ഞ് മരവിപ്പിച്ചിരിക്കുകയാണ് പട്ടിക. എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ പട്ടികയിൽ നിന്നുള്ള നിയമന നടപടികൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഹർജികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുൻപിൽ വന്നിരുന്നു. പരിചയ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമസാധുത പരിശോധിക്കണം, അതിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്, ചില അഴിച്ചുപണികൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രിസം പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന, പ്രാദേശിക മേഖലയിൽ മാത്രം ജോലി ചെയ്തിരുന്ന ആൾക്കാരെ പരിചയ സർട്ടിഫിക്കറ്റുകൾ നൽകി ഈ പരീക്ഷ എഴുതാൻ നിയമവിരുദ്ധമായി യോഗ്യരാക്കി എന്നുള്ളതാണ് ഈ ഹർജിയിൽ ഉണ്ടായിരുന്ന ആരോപണം. ഇതിനുവേണ്ടി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ഇത് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിനും അതോടൊപ്പം തന്നെ പിൻവാതിൽ നിയമനം നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് എന്ന ആരോപണമാണ് KC വേണുഗോപാൽ MP ഉന്നയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോൾ നടന്ന എല്ലാ നിയമനങ്ങളും, അതായത് ആദ്യഘട്ടത്തിൽ നടന്ന നിയമനങ്ങളും ഇതുവരെ നടന്നതുമായിട്ടുള്ള എല്ലാ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും നിയമവിരുദ്ധമായി ആരെങ്കിലും ഈ പട്ടികയിൽ ഇടം പിടിക്കുകയോ നിയമനം നേടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായ നടപടികൾ സ്വീകരിക്കും എന്നതുമാണ് അദ്ദേഹത്തിന്റേതായി പുറത്തു വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്.